അച്ഛാ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് എൻ്റെ നിശ്ചയം നടത്തണം. എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ ഇത്ര എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും സൗന്ദര്യമൊക്കെ ഉള്ള എന്നെ അവൾ എന്തിനു വേണ്ടെന്ന് നോക്കണം അച്ഛാ. അച്ഛൻ ആ ബ്രോക്കറിനെ വിളിച്ചിട്ട് എത്ര പെട്ടെന്ന് റെഡിയാക്കി. അതൊക്കെ അച്ഛൻ ഏറ്റു. നീ സന്തോഷമായിട്ട് പോയിട്ട് വാ, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം. അച്ഛാ അടുത്ത ആഴ്ച നിശ്ചയം നടത്തണം. അതിന്റെ അടുത്ത മാസം കല്യാണം. അച്ഛൻ എനിക്ക് പെട്ടെന്ന് നടത്തി തരണം. ഓഫീസിലുള്ളവരൊക്കെ ചോദിക്കുക എന്താ നിന്റെ കല്യാണം നടക്കാത്തത്, എന്താ നിന്റെ കല്യാണം നടക്കുന്നത്. എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അതെല്ലാം ശരിയാക്കാം, നീ പോയിട്ട് വാ, സന്തോഷമായിട്ട് പോയിട്ട്. അല്ല അപ്പൊ അതിന്റെ ചെലവൊക്കെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ എന്റെ FD പൊട്ടിക്കും, അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും നടത്തും. എന്തായാലും അവന്റെ ആഗ്രഹം നടക്കട്ടെ. എന്താടാ ഞാൻ ബിസിനസിന് കാശ് ചോദിച്ചപ്പം അച്ഛൻ്റെ കയ്യിൽ ഇല്ല. ഇവന് കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കണം പറഞ്ഞപ്പോ അച്ഛൻ ലോൺ എടുത്ത് കൊടുക്കും അല്ലേ? ഡാഡാ നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടും. കുറെ സ്ഥലം ഉണ്ടല്ലോ, അതിലേതെങ്കിലും വിറ്റ് എനിക്ക് കാശ് ഒന്നുകൂടെ. എന്നെ പറ്റി ഈ വീട്ടിൽ എന്തെങ്കിലും വ്യാകുലത ഉണ്ടാ? ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ ഒന്ന് എഴുതിയെടുക്ക്, എന്നിട്ട് ഞാൻ വ്യാകുലതപ്പെടാം. പിന്നെ ലോൺ അത് ഞാൻ എടുത്തു കൊടുക്കുന്നതേ ഉള്ളൂ, തിരിച്ചടയ്ക്കുന്നതേ അവൻ അതിനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ തിരിച്ചടക്കാന്ന് പറഞ്ഞാണല്ലോ. എന്നോട്ട് വിശ്വാസമില്ലേ? ഇല്ല ഒട്ടുമില്ല. നിങ്ങളെ രണ്ടുപേരെ സഹായമില്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം. തടയാൻ പറ്റുമെങ്കിൽ വളർത്തി കളഞ്ഞവനെ. സോറി സുനിലെ, കോൾ എടുക്കാൻ പറ്റിയില്ല. കോൾ എടുക്കാഞ്ഞത് മനഃപൂർവ്വമല്ല, വീട്ടിലാകെ പ്രശ്നമോ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സുനിലിനെ പിന്നെ വിളിച്ചാൽ മതിയോ? അവള് പോയടാ. ഇതല്ലടാ പറ്റിയ അവസരം. എന്തിന്? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഒന്ന് പറയടാ. നീ അവളാണ് കെട്ടിക്കോ. അത് പോയിന്റ്. എടാ നീ വെറുതെ പറ്റുമ്പോഴത്തെ ചെക്കനവരെ വള്ളി പിടിപ്പിക്കില്ലാട്ടാ. ഓടാ എന്റെ പാവേ, നിന്റെ ആവശ്യം തീറ്റാ ബിസിനസ് ചെയ്യാൻ ആണാ? അവൾക്ക് എവിടെ ജോലി? ബാങ്കില്. അപ്പൊ അവളെ കെട്ടിയപ്പോ നിനക്ക് ലോൺ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാ? ഇല്ല. നീ ഒന്ന് ആലോചിക്കേ, നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് മുമ്പ് നിന്റെ കല്യാണം നടന്ന അവൻ ഈ നാട്ടിൽ നാറും, പിന്നെ അവൻ ഈ നാട്ടിൽ ഇത് തന്നെയല്ലേ നമ്മളെ സുഖമായിട്ടും ചെയ്തത്. പുള്ളി ഇപ്പൊ ഏതാ ലെവല്. പുള്ളിക്ക് ചെയ്യാമെങ്കിൽ നിനക്ക് കണ്ണു മുട്ടി ചെയ്യാം. നീ യോഗ്യനാണ്, നീ ചെയ്യണം. ഞാൻ ചെയ്യും. വിളിച്ചോ? അതിനവള് സമ്മതിച്ചാലല്ലേ? ഒരുപാട് രക്ഷോടാ സമ്മതിക്കാത്തത്. ഐ ലവ് യു. അത് ശരി. അപ്പൊ പോയിന്റ് പറഞ്ഞ നമ്മളാരേ പോയി ഒളിഞ്ഞു കേൾക്കാം. ഹലോ. സുമി, ഞാൻ വിളിച്ചത് കാര്യം പറയാനാ. പറ സുനിലെ. അത് ഞാൻ എന്താണെങ്കിലും പറ. അത് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, സുമിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടും കല്യാണം കഴിച്ചാലോ? ഹലോ, കട്ട് ചെയ്തു. എടാ പിന്നെ എന്റെ ജീവിതം പോയാ? അതിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞല്ലോ. എന്തിനാണ് ആ പാവത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണം? അത് ഇനി എല്ലാവരും കൂടെ എന്റെ മതി കയറിക്കോ. എടാ നീ ആ കൊച്ചിനെ വിളിച്ചൊരു സോറി പറ. സുമി, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ ഐ ആം റിയലി സോറി. സൗണ്ട് മാറ്റുന്ന എന്തിനാ? ഹലോ രേവു. സുമി, നീ എന്താ തീരുമാനിച്ചേ? എനിക്കറിയില്ല. അറിയില്ലെന്നോ? ഇങ്ങോട്ട് വന്നേ. അപ്പൊ നീ നിന്റെ വീട്ടുകാര് പറഞ്ഞ പോലെ ആ അമ്മാവനെ കല്യാണം കഴിക്കാനുള്ള പ്ലാനാ? അതൊന്നുമല്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? നിനക്ക് അവനെ ഇഷ്ടല്ലേ? സത്യം പറഞ്ഞ അവനെന്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത്. എൻ്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. വേറെ എന്ത് വേണം? അതല്ല, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല. അതൊക്കെ അല്ലേ അതിന്റെ ഒരു ത്രില്ല്. ഞാനും രവിയേട്ടനും എങ്ങനെയാ പിന്നെ കല്യാണം കഴിച്ചേ? ഫോണിൽ കൂടെ പ്രണയിച്ചിട്ട്. ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ രവിയേട്ടന്റെ. പക്ഷേ രേവു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു.
ഇനി നിന്റെ ഡെസിഷനാണ്. ഇവനെ വേണോ അതോ ആ അമ്മാവനെ വേണോ എന്ന് നിനക്ക് തീരുമാനിക്കാം. എന്തായാലും ആ കൃഷ്ണകുമാറിനെ ഞാൻ കെട്ടില്ല. ആ അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നീ അവനെ വിളിക്കേ. വിളിക്ക് സുമി. ഹലോ സുനിൽ ഇന്നലെ പറഞ്ഞ കാര്യം സീരിയസ് ആണോ? ആ സോറി പറഞ്ഞല്ലേ, അത് സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല, കല്യാണത്തിന്റെ കാര്യം. ആ എനിക്ക് സുമിയെ ഭയങ്കര ഇഷ്ടമാണ്. സുമിക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. സുമിയുടെ സമ്മതം കൂടി എനിക്ക് വേണമല്ലോ. സോ എന്റെ ലൈഫിൽ ഇത്രയും നാളെ എല്ലാ തീരുമാനങ്ങളും എടുത്ത എന്റെ വീട്ടുകാരാ. പക്ഷെ ഈ തീരുമാനം എന്റേതാ. എനിക്ക് സമ്മതമാ. ഹലോ ഹലോ ആ ഡേറ്റും തീയതിയും സമയമൊക്കെ സുമി തീരുമാനിച്ചു. ഞാൻ റെഡിയാ. ഓക്കെ. എന്താ പറഞ്ഞേ? പുള്ളി റെഡിയാന്ന്. ശരിക്കും ഡേറ്റും ടൈമും ഒക്കെ എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞു. അമ്മോ അത് അടിപൊളിയായി. തൽക്കാലം ഇതാരും അറിയണ്ട. ആ അത് ശരിയാ. കല്യാണം നമുക്ക് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താം. അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ പറ്റിയൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. അവിടുത്തെ സബ് രജിസ്ട്രാറേ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. എന്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. അല്ല സുമി, നമ്മൾ അടുത്ത ആഴ്ചയല്ലേ മൂന്നാർക്ക് ട്രിപ്പ് പോണേ? അപ്പൊ ഒരു കാര്യം ചെയ്താലോ? അന്ന് രാവിലെ കല്യാണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് 2:30 ആവുമ്പോ നമ്മളെല്ലാവരും കൂടി ബസ് കയറി മൂന്നാർ പോകുന്നു, ഹണിമൂൺ ആഘോഷിക്കുന്നു. അപ്പൊ ഫ്രൈഡേ കല്യാണം ഫിക്സ്ഡ്. നീ സുനിലോണ്ട് വിളിച്ചു പറഞ്ഞോ. കല്യാണം കഴിഞ്ഞ നേരെ ഹണിമൂൺ മൂന്നാർ. മൂന്നാർ മൂന്നാർ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച. എന്താണ് കൊളക്കൊക്കെ? എന്താണ് ഒരു സന്തോഷമില്ലാത്ത? കറങ്ങിക്കോട്ടെ. ഇത്ര പെട്ടെന്നാ പോടാ. പ്രായം പ്രശ്നമാവൂലേ? എടാ ഒരു 3-4 വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ. അതൊക്കെ ഒരു പ്രശ്നമാണോ? 10-15 വയസ്സൊന്നുമല്ലല്ലോ. എടാ അവിടെ വെച്ച് കോട്ടയം വരെ പോണ്ടി വരും. പിന്നെ കല്യാണ ചെലവും തവള ഏറ്റെന്ന് പറഞ്ഞ്. അടിപൊളി. പിന്നെ എന്ത് വേണം? അങ്ങനെ നമ്മുടെ ബാബക്ക് കല്യാണം. ഫ്രൈഡേ ആണ് പരിപാടി. എനിക്കൊരു കാർ വേണം. അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. നിനക്കൊരു കിടുക്ക് കാർ ഞാൻ സെറ്റാക്കി തരും. നീ ധൈര്യമായിട്ട് വിട്ടോ. അപ്പ നമ്മുടെ ബാബക്ക് കല്യാണം. പത്തിരി ബീഫ് മടിക്കണം. ദരിദ്രവാസി. എവിടെ പോവാ? അമ്മ എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ പിന്നെ പറയാം. വാവേ, അമ്മേ, എൻ്റെ ഉള്ളിലും ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സുണ്ട്. ഞാൻ വിളിക്കാം. എൻ്റെ 2ാം വരവിൽ നിങ്ങളെല്ലാവരും ഞെട്ടും. അമ്മ എന്നെ അനുഗ്രഹിക്കണം. എങ്ങോട്ടാടി ഒരുങ്ങി കെട്ടി? ഞാനൊരു ടൂറിന് പോവാ 2 ദിവസത്തേക്ക്. അയ്യോ, അപ്പൊ എന്റെ കാര്യം? ഞാൻ രാധ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്ന് കൂട്ടുകിടക്കാൻ. അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ കൃഷ്ണകുമാരനോട് പറഞ്ഞാൽ മതി. ചീപ്പ് ഹൗസ്. എടാ വാവേ, നിനക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊള്ളാം.
ശുക്കൂറേ നിനക്ക് എത്ര ഒരു സന്തോഷം ഇല്ലാത്തത്? സന്തോഷിക്കാൻ ഇവന്റെ കല്യാണമല്ല, എന്റെ കല്യാണമല്ലല്ലോ. ആ വണ്ടി ഓടിക്കും. ആടാ പെട്ടെന്ന് ഇറാ. എടാ നീ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തില്ലേ? ആധാരം പിടിച്ച് ബാക്കിയെല്ലാം എടുത്തുണ്ട്. ഇവിടെ അങ്ങോട്ട് അത് നീ അവളെ വിളിച്ചു നോക്കിയായിരുന്നു. ഓ നമ്മളിറങ്ങാൻ നേരം ഞാൻ വിളിച്ചായിരുന്നു. എന്ത് സൈസാണ്ടാ? തിരക്കില് കയ്യിൽ കെട്ടി എടുത്തിട്ട് പോകുന്നത്. നീ എവിടെയാടാ കൈയിട്ടത്? അച്ഛന്റെ അൽമാരില്. അപ്പൊ ഇത് എന്റെ അച്ഛന്റെ കല്യാണ ഷർട്ടാണ്. അടിപൊളി. അമ്മയുടെ പുടവയും കൂടെ എടുത്തുകൂടായിരുന്നു. എന്റെ പൊന്നു അവൻ നീ അതൊക്കെ ഒന്ന് വിടാന്നിട്ട് അവളെന്ന് വിളിച്ചേ. ഒരു നല്ല ഷർട്ട് കട്ടൂടെ. ഇത് എന്തോന്ന്? ചേട്ടാ ഒരു കല്യാണ പാക്കറ്റ് പെട്ടെന്ന് തരണേ. സുമി എവിടെ എത്തി? ഐ ആം വെയിറ്റിംഗ്. ഓ എത്തിയോ? ഞാൻ 10 മിനിറ്റിലെത്തുവേ. ഓക്കെടാ. അവരവിടെ എത്തിന്ന്. ആണോ? ഇത് പിടിച്ചേ. ഇതിപ്പോ വന്നു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇതങ്ങ് തന്നേക്കാം. അയ്യോ കുടുങ്ങി. ഇപ്പോഴാ നീ ഒരു കല്യാണ പെണ്ണായത്. വന്നെന്ന് ഉറപ്പായ സ്ഥിതിക്കോ? അയ്യോ അതല്ല, ഇത് ഞാൻ തന്നിട്ട് അവരെങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വെച്ച് മതി മതി പറഞ്ഞ് ചളവാക്കണ്ട. പോവാ. എടാ കറക്റ്റ് സാധനം പറഞ്ഞോടാ. കര ഏത് കര കര കര. ഒന്ന് വലിച്ചു പിടിച്ച്. പൊടി പോലെ ഇരിക്കുന്നു നീ സമാധാനത്തിന്റെ. സുമി എനിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട്. എന്തിന്? അല്ല എൻ്റെ രവിയുടെയും കല്യാണത്തിന് വന്നതല്ലേ, പിന്നെ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വരണേ, അതിൻ്റെ ഒരു ടെൻഷനാന്ന് തോന്നുന്നു. നീയല്ലേ പറഞ്ഞ ഇതൊക്കെ ത്രില്ലാന്ന്? ഞാൻ ഭയങ്കര ത്രില്ല, അവനെ കാണാനുള്ള ത്രില്ല്. കമോൺ റിവു, ചില്ലിയാ. സുമി എവിടെ എത്തി? ഹലോ കട്ടായില്ല. സുമി ചതിച്ചാ ഓടെ ഒന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കണോ? പോസ്റ്റോ പിന്നെ സ്വിച്ച് ഓഫ്. ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. പോവാം. ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. നീ ഒന്നോട്ട് വിളിച്ചേ. എടാ അവളുടെ വീട്ടിൽ പിടിച്ചിട്ടുണ്ടാവും. നീ വിളിച്ചോക്ക് മര്യാദക്ക്. അവള് വരുമോ? അവള് വരുവാടാ. സുനിൽ പി താമരാക്ഷൻ, സുമി എസ്. ചേട്ടാ സുമി സുനിൽ ഒന്ന് വേഗം വാ. എടാ വാടാ. സ്വാമി വന്നോളൂ. എന്തിയ പെണ്ണെന്തി? ചേട്ടാ ചേട്ടാ ഇന്നിവിടെ തിരക്കാ. എന്റെ പൊടി ഭയങ്കര തിരക്കാ. ഒരു നടപടി ഇയാളെ ഏതാ? നീയല്ലേ പറഞ്ഞ അവൾ ഇപ്പൊ ഇരുന്നു. അവൾ ഇന്നെങ്ങനെ വരുമോ? അവള് വരും. ആളാളെ പണി നോക്കി പോട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്ക് തോന്നണേ ഇതെങ്ങാനും പൊറോട്ട ബീഫ് ആവൂ. എടാ അവൾ ഇവിടെ എവിടെ തന്നെ കാണും. ഒന്ന് തപ്പ് നീ. സുമി 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 സുനിലേ, ഞാൻ ദാ ഇവിടെ ഉണ്ട്. വാ. ഗുഡ് മോർണിംഗ് സാർ. സാറേ ഇതാ ഞാൻ പറഞ്ഞ മീശേന്തി രേവു, ഞങ്ങൾ തമ്മിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സാ. ആദ്യമായിട്ടാ നേരിട്ടില്ലേ? പിന്നെ രേവുവിന് അറിയാമല്ലോ, ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. രേവു ആയോണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. സാർ പ്ലീസ് സാർ ഒന്ന് വേഗം ചെയ്തു തരോ സാർ.
ആയിക്കോട്ടെ. അയ്യോ സർപ്രൈസ് ഇവിടെ ഫോട്ടോഗ്രാഫർ പിടിക്ക്, അണ്ണാ മാല, ബൊക്കെ എടുക്ക്. അവിടെയാണ് കല്യാണം വാ അണ്ണാ. ഈ മാല എടുക്ക്, ഈ മാല എടുക്ക്. ഒരെണ്ണം കൂടെ ഉണ്ട്. മാല എടുക്കാം, മാല എടുക്കാം. അച്ഛന് ബാഗ് കൊടുക്ക്. ബാഗ്, ബാഗ്. ബാഗ് എടുത്ത് കള. സുമിയുടെ, സുമിയുടെ. സുമിയുടെ. ഇട്, ഇട്. ഇത് കുറച്ച് കടന്നു പോയല്ലോ. ചെക്കന് 23 വയസ്സും പെണ്ണിന് 33 വയസ്സും. എല്ലാവരും നോക്കിയേ, സ്മൈല് കൂടെ.